വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമസാണ്. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷിൽ സംസാരിക്കണം. മിസ്സേ, എനിക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം, പക്ഷെ എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമേഴ്സ് ഒന്നും എനിക്കറിയില്ല എന്നുള്ള ഒരവസ്ഥയിലാണോ നിങ്ങൾ? എപ്പോഴും മിസ്സിനോട് കുറേ കുട്ടികൾ പറയാറുള്ള കാര്യങ്ങളും ഇത് തന്നെയാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഗ്രാമർ എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലേ? ഗ്രാമർ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ അമ്പോ കുറേ ഉണ്ട്. നൗൺസ്, വെർബ്, പ്രോനൗൺ, പ്രിപ്പോസിഷൻ, അങ്ങനെ ഇങ്ങനെ നീണ്ടു കിടക്കാണ്. മക്കളെ 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ഉള്ളത് ഇംഗ്ലീഷിൽ അല്ലേ? 8 എന്ന് പറയുമ്പോൾ അതിൽ നൗൺ, ഇന്റർജങ്ഷൻ, കൺജങ്ഷൻ, പ്രിപ്പോസിഷൻ, ആഡ്വർബ്, ആർട്ടിക്കിൾ, ആഡ്ജക്റ്റീവ്, വെർബ്, പ്രോനൗൺ, അങ്ങനെ നീണ്ടു കിടക്കാണ്. എത്ര എണ്ണം? 8 എണ്ണം. ആ 8 എണ്ണവും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നില്ല. അവസാനത്തതാ നമ്മുടെ ഈ ഒരു പ്രിപ്പോസിഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആവും. ബാക്കിയുള്ള വീഡിയോകളിൽ നമുക്ക് ഇതുപോലെ ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക കേട്ടോ. സോ മിസ് പറഞ്ഞു 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണത് എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേടാ. വെർബ് ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, നൗൺ ഉണ്ട്, ഇന്റർജങ്ഷൻ, ആഡ്ജക്റ്റീവ്, കൺജങ്ഷൻ, ആഡ്വർബ്, പ്രിപ്പോസിഷൻ. ഈ 8 എണ്ണമാണ് മിസ് നേരത്തെ പറഞ്ഞ ആ 8 എണ്ണം. അതിൽ തന്നെ എന്താണ് പ്രിപ്പോസിഷൻസ് എന്നുള്ളത് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് വിത്ത് എക്സാമ്പിൾസ് മിസ് സിമ്പിൾ ആക്കി പറഞ്ഞുതരാം. ഒന്നുമില്ലടാ, പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ പ്ലേസ്, ടൈം ഓർ ഡയറക്ഷൻ അല്ലെ? നമ്മുടെ ഡയറക്ഷനും പ്ലേസും ടൈമും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് പറയില്ലേ? അതാണ് നമ്മുടെ പ്രിപ്പോസിഷൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ അണ്ടർ, എബോവ്, ഇൻ, ഡ്യൂറിങ് എന്നുള്ളതൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻസിന് എക്സാമ്പിൾ ആണല്ലേ. ഇവിടെ ഒരു സെന്റൻസ് നോക്കിക്കേടാ. ദി ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ ബോക്സ്. ഓവർ ദ ബോക്സ് അല്ലെ? ബോക്സിന് മുകളിലൂടെ അല്ലെ, ബോക്സിന് കുറുകെ ചാടി. ഇവിടെ ഓവർ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ ആണ്. അപ്പോൾ പ്രിപ്പോസിഷൻസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ ആണ്, എന്താണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദി ക്യാറ്റ് ഈസ് ഡാഷ് ദ ടേബിൾ. The cat is dash the table. ക്യാറ്റ് ടേബിളിന്റെ എവിടെയാണ്? ഏത് പ്രപ്പോസിഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? ഇന്നാണോ, അണ്ടർ ആണോ, ഓൺ ആണോ? മക്കളെ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. The cat is on the table അല്ലേ? ഈശ്വര, ഓക്കെ. ടേബിളിന് മുകളിലാണ് എന്ന് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഓൺ ദ ടേബിൾ. യെസ്, ഇങ്ങോട്ടേക്ക് എഴുതാം മിസ്. The cat is on the table എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. The book is dash the chair. ഇവിടെ നോക്കിക്കേ, പുസ്തകം എവിടെയാണ്? ചെയറിന്റെ അടിയിൽ. ചെയറിന്റെ അടിയിൽ എന്ന് പറയുന്നത് ഏത് പ്രപ്പോസിഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്? അണ്ടർ ആണോ, നിയർ ആണോ, ഇന്നാണോ? അണ്ടർ ആണോ, നിയർ ആണോ, ഇന്നാണോ? യെസ്, അണ്ടർ ദ ചെയർ അല്ലെ? അണ്ടർ ദ ചെയർ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. നമുക്കറിയാം ബെഡിന്റെ അടുത്തായിട്ട് ഇവിടെ നിൽപ്പുണ്ട് അല്ലേ? ഓപ്ഷൻസിൽ നെക്സ്റ്റ് ഉണ്ട്, എബോവ് ഉണ്ട്, ഓൺ ഉണ്ട്. നെക്സ്റ്റ് ടു, എബോവ്, ഓൺ. ഇതിൽ ഏതാണ്? ദ മൗസ് ഈസ് നെക്സ്റ്റ് ടു അല്ലെ? ഇതാ തൊട്ടടുത്തായിട്ടാണ്. സോ മൗസ് ഈസ് നെക്സ്റ്റ് ടു ദ ബെഡ് എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദ മൗസ് ഈസ് ഡാഷ് ദ ബെഡ്. ഇവിടെ നെക്സ്റ്റ് ടു, എബോവ്, നിയർ ഉണ്ട്. ഇവിടെ നെക്സ്റ്റും നിയറും ഉണ്ട്. ബെഡിന്റെ തൊട്ടടുത്തായിരുന്നെങ്കിൽ നമ്മൾ അവിടെ നെക്സ്റ്റ് യൂസ് ചെയ്തേനെ. ഇവിടെ തൊട്ടടുത്തല്ല, ഏകദേശം അരികത്ത്. നിയർ എന്ന് പറഞ്ഞാൽ സമീപത്ത്, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എന്നാണ്. അപ്പൊ ഇവിടെ അരികത്താണ്, ഇവിടെ തൊട്ടടുത്താണ്, അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്തു. ഇവിടെ അടുത്താണ്, പക്ഷെ തൊട്ടടുത്തല്ല, അതുകൊണ്ട് നമുക്ക് നിയർ യൂസ് ചെയ്യാം. ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഡോഗ് ഈസ് ഡാഷ് ദ ബുക്സ്. ദ ഡോഗ് ഈസ് ഡാഷ് ദ ബുക്സ് അല്ലെ? 2 പുസ്തകത്തിന്റെ നടുവിലാണ് അല്ലെ? അപ്പൊ ഈ നടുവിൽ അല്ലെങ്കിൽ ഇടയിൽ എന്ന് പറയുന്നതിന് ഏതാണ് യൂസ് ചെയ്യുക? ബിറ്റ്വീൻ ആണോ, നിയർ ആണോ, നെക്സ്റ്റ് ആണോ? ദ ഡോഗ് ഈസ് ബിറ്റ്വീൻ ദ ബുക്സ്. ദ ഡോഗ് ഈസ് ബിറ്റ്വീൻ ദ ബുക്സ് എന്നാണ് നമ്മൾ ഇതിന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയ് ഈസ് ഡാഷ് ദ ഹൗസ്. ഇവിടെ വീടിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ബോയിനെ കാണാം അല്ലേ? ദ ബോയ് ഈസ് ഡാഷ് ദ ഹൗസ്. വീടിന്റെ ഉള്ളിലാണ് ബോയ്. നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഓൺ ആണോ, ഇന്നാണോ, നിയർ ആണോ? ഓൺ ആണോ, ഇന്നാണോ, നിയർ ആണോ? ദ ബോയ് ഈസ് ഇൻ ദ ഹൗസ്. ഓക്കെ, ദ ബോയ് ഈസ് ഇൻ ദ ഹൗസ് എന്നാണ് നമ്മൾ പറയാ. അടുത്ത നോക്കിക്കേടാ. ദ ബോൾ ഈസ് ഡാഷ് ദ കാർ. ദ ബോൾ ഈസ് ഡാഷ് ദ കാർ. അണ്ടർ ആണോ, ബിറ്റ്വീൻ ആണോ, ഇൻ ഫ്രണ്ട് ഓഫ് ആണോ? കാറിന്റെ മുന്നിലാണ് അല്ലേ? അപ്പോ സോറി, ദ ബോയ് അല്ല, ദ ബോൾ ഈസ് ഡാഷ് ദ കാർ. ബോൾ എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് വൺ, ദ മങ്കി ഈസ് ഡാഷ് ദ ട്രീ. ഇവിടെ ദാ നിയർ ഉണ്ട്, നെക്സ്റ്റ് ഉണ്ട്, ഇൻ ഫ്രണ്ട് ഓഫ് ഉണ്ട്. എവിടെയാണ്? ട്രീയുടെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് നിയർ പറയാം. തൊട്ടടുത്തായിരുന്നെങ്കിൽ നമുക്കവിടെ നെക്സ്റ്റ് യൂസ് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പോൾ ദാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്താണ് അല്ലേ, ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നെക്സ്റ്റ് ടു എന്ന് പറയുന്നത് യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ദാ നമ്മുടെ പ്രിപ്പോസിഷൻസ് എത്ര എണ്ണം നിങ്ങൾ കറക്റ്റ് ആക്കി എന്നുള്ളത് ഇതാ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ വേറൊരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം. ദ സൺ ഈസ് ഡാഷ് ദ ഫ്ലവേഴ്സ്. ദ സൺ ഈസ് ഡാഷ് ദ ഫ്ലവേഴ്സ്. ബിലോ ആണോ, എബോ ആണോ, അണ്ടർ ആണോ കറക്റ്റ് ആൻസർ എന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.